പുകച്ചിട്ട് നമുക്ക് കാണാം. തേനൊക്കെ ഉറ്റുന്നുണ്ട്. ഒന്ന് പുകച്ചിട്ട് എപ്പോൾ ശ്രദ്ധിക്കുക, റാണി ഉണ്ടോ നോക്കാം. കൂട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കുടഞ്ഞിടാൻ ശ്രമിക്കാം. നമ്മൾ വളരെ സാവകാശമാണ് ഇതൊക്കെ കുടഞ്ഞിടാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തേനീച്ച കർഷകർ ഏത് സമയത്തും മഴ വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ എട്ടാം ദിവസം നിങ്ങൾ സീൽ ചെയ്താലും ഇല്ലെങ്കിൽ തേന് വിളവെടുക്കാൻ വേണ്ടി നാളേക്കാവും നമ്മൾ ഇന്റർനാഷണൽ ബീ കീപ്പറെ കൂട്ടിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ നടന്നത് വൃത്തിയുള്ള സാധനമായിട്ട് ഏത് സ്കൂളിലാണ് പോകുന്നത് നിങ്ങള്? ഏതാ പരീക്ഷ? ഏതാ? മാത്സ്. അപ്പൊ നോക്കും സെറ്റ്. നമ്മള് മഞ്ചേരി എത്തി. ഓക്കെ, ഇതാ എക്സ്ട്രാക്ടറിന്റെ കയ്യിലുണ്ട്. ബാക്കി രണ്ടാളുകളോ, രണ്ടാൾ ട്രിപ്പ് മൈൻഡിൽ വന്നയാ. മഞ്ചേരി ബസ് ടൈം ആണോ ഈ മഞ്ചേരി ജംഗ്ഷൻ? നീ ഇവിടെ എവിടെയോ വരുത്തില്ലേ? നീ എന്തിനും വന്നേ? കോളേജിൽ പോകുമോ? പട്ടിക്കാട് കോളേജിൽ പോകും. ധൈര്യം കയറാം. നമ്മൾ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തേനെടുപ്പിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ സ്മോക്കറൊക്കെ റെഡിയാക്കി. ചകിരിയാണ് സാധനം. ചകിരി നമ്മൾ കത്തിച്ച് റെഡിയാക്കി. നല്ല ഉസാർ സ്മോക്ക്. ഇനി ഇത് വെച്ച് നമുക്ക് തേനെടുപ്പ് കാണാം. ഓക്കെ, രണ്ടാമത്തെ കറക്കാണ് ഈ സൈറ്റിൽ. ഇതാ രണ്ടാമത്തെ കറക്ക്. ലോക്ക് പൊട്ടിച്ചിട്ട് പിന്നെ അൻസിതേ നമുക്കൊരു ബക്കറ്റ് വേണ്ടി വരും. ഇനി ഉള്ളിൽ പോയിട്ട് ഒരു ബക്കറ്റ് എടുക്കാം. നല്ല വൃത്തിയുള്ളതെങ്കിൽ ഒരു ബക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ സെല്ലുണ്ടോയെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സെല്ലില്ലായിരുന്നു. ഇപ്രാവശ്യം എന്താ സെല്ലിന്ന് അറിയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ്, ഈ 6ാം തട നമ്മളൊന്ന് പിടിപ്പിച്ചെടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ നമ്മളെ ഈ സൈറ്റിൽ ആദ്യത്തെ കോളിൽ നമ്മൾ എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സ്മോക്ക് കൊടുക്കാം. ഇവിടുത്തെ ഈ അത്ര വയലൻ്റ് അല്ല, ഇതുവരെ അല്ലായിരുന്നു. ഞാൻ 4 ദിവസം മുമ്പ് ഇവിടെ മഴ പെയ്തിരുന്നു. ഓക്കെ, തിരിഞ്ഞെടുക്കാൻ പോകുന്നു. ഇതൊക്കെ വേലക്കാരിൻ്റെ ഈച്ചേൻ്റെ അട തന്നെയാണ് അവരുണ്ടാക്കിയത്. ഇതൊന്നും ചെയ്യാനൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം. ഓക്കെ, വെള്ളം വേണോ? വെള്ളം ആടാ, ഒരു ബക്കറ്റ് വെള്ളം വേണം. എക്സ്ട്രാ പൊന്തി അടയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. രാവിലെ തന്നെ നോമ്പെടുത്തിട്ട് കിച്ചൻ്റെ കുത്താൻ നല്ല സുഖമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അത് റെഡി. ഇനി പഴയ സാധനം തന്നെ നമ്മൾ വടി കഷ്ണമൊക്കെ വെച്ച് അവിടെ വീണ്ടും സൂപ്പർ കയറ്റാണ്. ഓക്കെ, 2 സൂപ്പറാണ് വെച്ചത്. അതിൽ അടിയത്തെ സൂപ്പറിലാണ് തേനായിട്ടുള്ളത്. മേലത്തെ സൂപ്പറിൽ തേന് അവർ വെക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇതങ്ങനെ വെച്ചു. ഓക്കെ, ഇനി നമ്മൾ തേനെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച സാധനമൊക്കെ പിടിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഒക്കെ തേനുണ്ട്. പതുക്കെ റാണി മിസ്സാവരുത്. അതുകൊണ്ട് വളരെ പതുക്കെ എന്ത് ചെയ്യുക, ദിവസം കായ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സീൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യണ്ട. പിന്നെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നല്ല കൊഴുപ്പിൽ വന്നോളൂ. ഓക്കെ, 8 ദിവസം കഴിഞ്ഞിട്ടും തേനൊന്നായി സീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ സീൽ ചെയ്യാൻ കാത്തിക്കരുത്. പെട്ടെന്ന് തന്നെ എടുത്തോളാം. എല്ലാ 8 ദിവസം കൂടുമ്പോൾ എടുത്തോളാം. ചില സൈഡിൽ പെട്ടെന്ന് സീൽ ചെയ്യും, ചില സൈഡിൽ സീലിങ് കുറവായിരിക്കും. അപ്പോൾ അത് റെഡി. ഓക്കെ, സീൽ ചെത്തുക, കറക്കുക, സീൽ ചെത്തുക, കറക്കുക. അപ്പോൾ നമ്മളെ കറക്കുന്ന ആൾ റെഡി. അപ്പോൾ നമ്മൾ ബാക്കിയും കൂടി സ്പീഡിൽ കൊടുക്കണം. എന്നാലും നമുക്ക്, കാരണം വയനാട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. അപ്പം പിന്നെ പരമാവധി എത്രയും പെട്ടെന്ന് ഇത് കഴിക്കണം. ഞാൻ സ്പീഡ് ചെയ്യും, നമ്മൾ കറക്കുന്ന ആൾ സ്പീഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ നിലവിൽ പ്ലാൻ ഇട്ടേ. ഇതാണ്ട അതൊക്കെ നല്ല സീൽ ചെയ്ത് കണ്ടില്ലേ? ഓക്കെ, അടിപൊളിയായിട്ട് സീൽ ചെയ്തിരിക്കണം. ഒന്ന് പുകച്ചിട്ട് നമുക്ക് കാണാം. തേനൊക്കെ ഉറ്റുന്നുണ്ട്. ഒന്ന് പുകച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇച്ചനെ കുടഞ്ഞിട്ട് അതിലേക്ക് ഇതാക്കാം.
ഇതൊക്കെ കറക്കുമ്പോൾ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടോണ്ടി കേട്ടോ. അതിലേക്ക് മുറിച്ചിട്ടുണ്ടോ പീസ്? അതെ, യെസ്, കറക്റ്റ്. ഈ പറഞ്ഞതും ഞാൻ ഉദ്ദേശിച്ചതും കറക്റ്റാണ്. ഇതൊക്കെ ഇതിപ്പോൾ കറക്റ്റ് ഇവിടെ 8ാമത്തെ ദിവസമാണ്. നല്ല ഉഷാറിൽ സീൽ ചെയ്തിട്ടുണ്ട് അടിയിലെ ഈ ഭാഗമൊക്കെ ഫുള്ള് ഏകദേശം 50% സീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ പുകക്കുന്നില്ല, മറ്റേ ഈച്ചനെ നമ്മൾ ഊതി ഒഴിവാക്കുന്നില്ല. അപ്പോൾ നമ്മളെ വായിത്തതൊക്കെ ഹൈജീനിക് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈച്ചനെ പരമാവധി കുടയുക. ഒരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. ഇതൊരു പ്ലെയിൻ പാത്രം കിട്ടിയ സുഖമാണ് നമുക്ക്. സ്പീഡാക്കണോ? അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഒരടിയും കൂടി. ഇതും കൂടി കഴിഞ്ഞാൽ ഇതിലത്തെ കഴിഞ്ഞു. ഒരു കൂടത്തെ കഴിഞ്ഞു. അതും കഴിഞ്ഞു. കൂടുതൽ 2 കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫൗണ്ടേഷൻ ഇതിൽ തന്നെ വെച്ചെടുക്കണം. ഇതിൽ വെച്ചു. ഇത് സൂപ്പർന്ന് നട എടുക്കാൻ മാത്രമില്ല. അപ്പം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഇതങ്ങനെ വെക്കുകയാണ്. ചെത്തി തന്നെ എടുത്തോട്ടോ, പരമാവധി ചെത്തി എടുത്തോ, നീട്ടാക്കി ചെത്തി എടുത്തോ. അപ്പോൾ ഇത് റെഡി. ഇനി നമ്മൾ അടുത്ത കോളിൽ പോയി നോക്കാം. അപ്പോൾ നമ്മൾ അട സീലുള്ള ഭാഗമൊക്കെ സീൽ ചെയ്ത ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഇതാണ് എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന മെഷീൻ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അട വെച്ചിട്ട് ഇത് കറക്കുമ്പോഴാണ് തേന് 2-4 മൂലയിലും തെറിച്ച് തേന് ഊറി വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മെഷീൻ സഹായത്തോടെ നമ്മൾ തേൻ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടകൾ നഷ്ടപ്പെടുന്നില്ല. കൂടുതൽ തേൻ നമുക്ക് എടുക്കാൻ കഴിയും വളരെ സിമ്പിളായിട്ട്. സാധനം പെട്ടെന്ന് വരുന്നില്ലേ? അപ്പോൾ അതൊക്കെ ഒരു സൈഡ് കറക്കിയിട്ട് മറ്റേതും കൂടി ഇങ്ങനെ റെഡിയായി. ഓക്കെ, പിന്നെ 6ാമത്തെ അട നമുക്ക് എന്ത് ചെയ്യണോ, എടുത്ത് സൂപ്പർ കെട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ മുറിച്ച് കൊടുക്കണം. ഈ ഈച്ചകൾ പൊതുവേ ഒരു സാധുക്കളാണ്, അതുകൊണ്ട് നമുക്ക് ഇത്ര വലിയ കുത്തി കിട്ടാം. ഓക്കെ, ഒന്നിൽ സെല്ലൊന്നുമില്ല. ഇതെടുത്തിട്ട് മുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ കെട്ടി കൊടുക്കാം. പക്ഷേ ഇതിലൊക്കെ എന്തുണ്ടാവും, റാണി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഈച്ചേനെ പതുക്കെ ഇറക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ഈച്ചയെ കുടയുന്ന സമയത്ത് റാണി ഇല്ല എന്ന് നമ്മൾ 2-3 തവണ നോക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈച്ചയെ നമ്മൾ കുടയാൻ പാടുള്ളൂ, അതും കൂട്ടിൻ്റെ ഉള്ളിലോട്ട് തന്നെ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രം അങ്ങനെ ഈച്ചയെ കൂട്ടിലേക്ക് കുടഞ്ഞാൽ മതി. ഉറപ്പാക്കിയിട്ട് അപ്പോൾ നമ്മൾ സൂപ്പറിൽ നിന്ന് അട എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്യുക. എന്നിട്ട് സ്മോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പതുക്കെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കുടയുമ്പോൾ ശ്രദ്ധിക്കണം, ഈച്ചകളുടെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളങ്ങനെ കുടയാനൊക്കെ നിൽക്കാൻ പാടുള്ളൂ. അപ്പം ഇത് പൊതുവേ കുത്തൽ കുറവുള്ള ഈച്ചയാണ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കുടഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ കുത്തൽ കൂടുതലുള്ള ഈച്ചയാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഒട്ടിയിട്ടുണ്ടാകും. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇടയിൽ കൂടി അടയൊക്കെ പണിതിട്ടുണ്ടാകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആ അടകളൊക്കെ നല്ല മൂർച്ചയുള്ള നൈഫ് കൊണ്ട് പതുക്കെ ഇങ്ങനെ അരിഞ്ഞ് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് വേർപ്പെടുത്തിയതിന് ശേഷം മാത്രം അട എടുത്തിട്ട് എന്ത് ചെയ്യുക, കുടയുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളങ്ങനെ എക്സ്ട്രാ വരുന്ന അടകൾ മുറിച്ച് കൊടുക്കുന്ന സമയത്ത്, ജോയിൻറ്റ് വിടിയിപ്പിക്കുന്ന സമയത്ത് ഈച്ചകളുടെ മേത്ത് കത്തി തട്ടാൻ പാടില്ല. കത്തി മാത്രമല്ല, അടകളും തട്ടാൻ പാടില്ല. നല്ല കൂട് അടുത്ത് വരാനുണ്ട്, അടിപൊളി കൂട്.
ഇവിടുത്തെ ഈച്ച എന്തൊരു പാവാതൊക്കെ നമ്മൾക്ക് തണുപ്പും മഴക്കാർക്ക് കൂടുതലായതുകൊണ്ടാണ് ഈച്ച ഇങ്ങനെ കുത്തുന്നത് കണ്ടതാണ്. ഇത് നമുക്ക് നമ്മൾ ബ്രൂഡ് ചാമ്പറിലെ നമ്മൾ 6ാമത്തെ അട നമ്മളെപ്പോഴും കാലിയായിട്ടാണ് സാധാരണഗതിയിൽ ഇടല്. ചില സാഹചര്യത്തിൽ മാറ്റും. അപ്പം അങ്ങനെ എടുക്കുന്ന അട നമ്മൾ സൂപ്പറിൽ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ബ്രൂഡ് ചാമ്പറിലെ അടയിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്, നൂൽമുട്ടയൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ ആ വെള്ളം കൊണ്ട് ഇങ്ങനെ കുടഞ്ഞ് അത് ഒഴിവാക്കുന്നത് കേട്ടോ. അത്ര മതി. ഇതൊന്നും കണ്ടില്ല. ഇതെങ്ങനെ ഇതിൽ നന്നായിട്ട് തേൻ നിറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ എടുക്കും. അതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ ഇവിടെ വെച്ചെടുക്കുകയാണ്. ആദ്യം മൊത്തത്തിൽ നിന്ന് കുഴപ്പം. ഇത് പഴയ റാണിയാട്ടാ, പക്ഷേ ഇതിൽ ഈച്ചയൊക്കെ നല്ല ഉഷാർ സ്ട്രെങ്ത് ഉണ്ട് ഈച്ച. നമുക്ക് അത് റെഡി. ഇനി 6ാമത്തെ അട നമുക്ക് എന്ത് ചെയ്യണോ, ഒന്ന് പരിശോധിക്കണം. അത് ഈ ഇട. ഓക്കെ, എടപ്പം പൊട്ടി വീകും. പിന്നെ റാണിയുണ്ട്, അതുകൊണ്ട് പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, റാണി ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സാവകാശം വേണം എന്ത് ചെയ്യുക കാര്യങ്ങൾ ചെയ്യാൻ. റാണി മിസ്സാവരുത്. റാണി മിസ്സായി നമുക്ക് ഡബിൾ പണിയാണ്. പിന്നെ റാണീനെ വേറെ ഇട്ട് കൊടുക്കണം. മറ്റേതാക്കി എടുത്തേ കുറച്ച് ഷോർട്സ് കൊടുക്കും. അപ്പോൾ അത് റെഡി. സെല്ലൊന്നും അടിക്കുന്നില്ല, നല്ല വൃത്തിയുള്ള കോണികളാണ്. നമുക്ക് കൊടുത്തു. ഈ സ്റ്റാൻഡ് ചെരിവുണ്ട്, അത് നമ്മളെന്തായിക്കൂ റെഡി ആക്കി കൊടുക്കും കേട്ടോ. ഓക്കെ, ഉണ്ടോ ഇതൊക്കെ ഓക്കെ. നമ്മളിങ്ങനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ റാണി ഉണ്ടോ നോക്കണം. റാണീൻ്റെ ബുദ്ധിമുട്ടുണ്ടോ. ഈ തേനിൻ്റെ സമയം, തേൻ്റെ സീസണിൻ്റെ സമയത്ത് ഈച്ചയ്ക്ക് ചെറുങ്ങനെ വലിപ്പം കൂടും. എന്നാൽ ഈച്ചേൻ്റെ വയറ്റിൽ നിറച്ച് തേനൊക്കെ ആയിട്ട് പിന്നെ ഈച്ചേൻ്റെ ശക്തിയും പ്രതിരോധ ശേഷിയും ഒക്കെ കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈച്ചേൻ്റെ വലിപ്പം കൂടും. ഓക്കെ, നമുക്ക് മഴക്കാലത്ത് ഈച്ചേൻ്റെ വലിപ്പം കുറവായിരിക്കും, പക്ഷേ വേനൽക്കാലത്ത് നല്ല വലിപ്പേക്കാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ തടകൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്യുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക, റാണി ഉണ്ടോ നോക്കാം. കൂട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കുടഞ്ഞിടാൻ ശ്രമിക്കാം. നമ്മൾ വളരെ സാവകാശമാണ് ഇതൊക്കെ കുടഞ്ഞിടാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ പേടിക്കണ്ട. അപ്പോൾ നമ്മൾ 2ാമത്തെ ഓക്കെ, അതൊക്കെ ഒരു 1/2 കിലോൻ്റെ മേലെ ഉണ്ട് എന്തായാലും. ഉള്ളിലോട്ട് എന്ത് ചെയ്യുക, കുടഞ്ഞിടാം. ഓക്കെ, നമ്മൾ തേൻ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ ദൂര സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ എടുത്തിട്ട്. റമദാൻ മാസമാണ്, ഹണിക്കൊമ്പൊക്കെ നോമ്പ് തുറേണ്ട സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതെടുക്കാനൊക്കെ ആയിട്ട് ഒരു വന്നതാണ്. ഓക്കെ, അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഉണ്ട്. കൂട്ടുകാരും കൂടി വന്നപ്പോൾ നല്ല ആവേശമായി പരിപാടി. വളരെ സ്പീഡിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരു പുതിയ അട എടുക്കുമ്പോഴേക്ക് എന്നിട്ട് വെച്ചാണ്ട്. അപ്പോൾ നമ്മൾ തേന് കറക്കുന്നതിൻ്റെ ഇടയിലാണ്. അപ്പോൾ നല്ല രീതിക്ക് ഇപ്പോൾ തേനുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ അടയിലാണ് അവർ തേൻ നിറക്കുക. ഓക്കെ, തേൻ മാത്രം. എന്നിട്ട് അത് നമ്മൾ ഈ മെഷീനിട്ട് കറക്കും. അപ്പോൾ നമ്മൾ ഉനൈസ് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഉനൈസ് മൂടി വെക്കണോ? ഇതും കൂടി കണ്ടാ, ഇതിലൊക്കെ ഫുള്ള് തേനാട്ടാ.
അപ്പോൾ ഇപ്രാവശ്യം മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത തേൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ ഒന്ന് ഡൗൺ ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, തേനൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള തേൻ ഇപ്രാവശ്യം കിട്ടിയത്. പിന്നെ കൂട്ടുകാരൻ കറക്കുന്ന മാതിരി ഇത്ര സ്പീഡിൽ നമ്മൾ അടകൾ കറക്കേണ്ടതില്ല. അതുകൊണ്ട് ഇത്ര നേരെയും ഒരുപാട് ലോങ് ടൈം ആയിട്ട് ഇങ്ങനെ കറക്കേണ്ടതില്ല. ജസ്റ്റ് അട വെക്കുക, ഒരു 15 സെക്കൻഡാണ് അതിന് എടുക്കുക. 15 സെക്കൻഡ് 13 സെക്കൻഡ് നമുക്ക് നിർത്തുക. ഓക്കെ, അപ്പോഴേക്കും തേനൊക്കെ തിരിച്ച് വീണിട്ടുണ്ടാവും. പിന്നെ ഫോറസ്റ്റ് ഭാഗത്ത് നിന്നൊക്കെ എടുക്കുന്ന തേനാണെങ്കിൽ മാത്രം ഒരുപാട് നേരം കറക്കിയാൽ മതി. അതും 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇത്ര നേരം ഭയങ്കര സ്പീഡിലൊന്നും ആരും കറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലൊരു മിസ്റ്റേക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാണ്. ധൈര്യത്ത് കുടഞ്ഞോ, ഉള്ളിൽ കുടഞ്ഞോ. ഞാൻ ഈ ബക്കറ്റ് നേരെ തലക്കാവത്ത് അതിൽ തുടങ്ങിയല്ലോ ഇതെടുക്കുക. ആ ധൈര്യം തുടങ്ങിക്കോ. നല്ല കാനുണ്ടല്ലോ. ഇനി വോയിസ് പറ, ഞാൻ തോനെ എടുക്കാണെന്നൊക്കെ. നമുക്ക് പിന്നെ ഇടാം. വോയിസ് പറയാലേ. പള്ളന്റെ ഉള്ളിൽ സാധനം കയറി. ഇതിമേലൊന്നും സീൽ ചെയ്തില്ലല്ലോ അച്ഛന്മാര്. ഇവിടെ എഴുതിയില്ല. ആയിക്കോട്ടെ. എന്നിട്ട് അങ്ങാണ്ട് വെക്കുക. അടുപ്പിച്ചിങ്ങനെ വെക്കൂലേ. ഇപ്പൊ എന്റെ എടുത്തോ ഒരു കുത്തിട്ടുണ്ട്, എന്നിട്ട് മണ്ടണം. നോമ്പുണ്ടല്ലേ തേനീച്ച കർഷകർ ഏത് സമയത്തും മഴ വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ 8-ാം ദിവസം നിങ്ങൾ സീൽ ചെയ്താലും ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രിയപ്പെട്ട തേനീച്ച കർഷകർ തേനെടുക്കണം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്നൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് തേനൊന്നും കിട്ടില്ല. അപ്പോൾ 8-ാം ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഏകദേശമൊക്കെ ഒരു സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുക. ഓക്കെ, ചില സാഹചര്യത്തിലൊക്കെ പെട്ടെന്ന് സീൽ ചെയ്യും, ചില സാഹചര്യത്തിൽ പെട്ടെന്ന് സീൽ ചെയ്യും. അപ്പോൾ ചില ആളുകൾക്ക് 3 ആഴ്ചയായിട്ടും തേന് സീൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എടുക്കാണ്ടിരിക്കുന്നതായിട്ട് ഇതിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, 8-ാം ദിവസം കൂടുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ തേനെടുക്കാം. ഓക്കെ, ചെറുതേന് കണ്ടില്ലേ, ഡബിൾ ലെയറിൻ്റെ ബോക്സാണ് കണ്ടാ. ചെറുതേന് ഒരു മേലോട്ട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പ്യൂർ ഹണിയാണ്. നമുക്ക് ഈച്ചകളെ ഉപദ്രവിക്കാതെ തേനെടുക്കാൻ പറ്റുന്ന സിസ്റ്റം. ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. കണ്ടാ, നിറയെ മുട്ടയാണ് കണ്ടില്ലേ, നിറച്ച് മുട്ടയുണ്ട്. അപ്പം നമ്മൾ വെളുങ്ങനെ ശല്യപ്പെടുത്താണ് അടച്ചു വെക്കുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത സീസണിൽ തന്നെ, അതായത് മാർച്ച് ലാസ്റ്റ് തന്നെ ഇതിന് തേനെടുക്കാൻ കഴിയുന്നതാണ് നമുക്ക് പ്രതീക്ഷ. അപ്പോൾ തേനെടുപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ട് കന്നാസിൽ ഒഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, തേനിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ വീഡിയോയിലൊക്കെ ആയിട്ട് നമ്പർ ഉണ്ടാകും. ഓക്കെ, കൊറിയറായിട്ട് എവിടെ വേണമെങ്കിലും അയച്ചു തരും. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ഇൻഷാ അല്ലാഹ്. ബൈ.